വെൽക്കം ബാക്ക് ടു ദി നുവാൻസസ് ഓഫ് ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മറാഠി റൈറ്ററായ ശങ്കരാവ് ഖരത് എഴുതിയ എ കോപ്സ് ഇൻ ദ വെൽ എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓതറിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്ത കുറച്ച് ഇൻസിഡൻസ് ആണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ മഹർ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ സഹിക്കേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളെ പറ്റിയും കൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ നോക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഒരു ചൈൽഡാണ്. അപ്പോൾ ചൈൽഡാണ് നറേറ്റർ. എ കോപ്സ് ഇൻ ദ വെൽ. ഐ നോ ക്ലിയർലി ദ ഡേഞ്ചേഴ്സ് ഓഫ് വില്ലേജ് ഡ്യൂട്ടി. അപ്പോൾ വില്ലേജ് ഡ്യൂട്ടിയിൽ ഉള്ള അപകടങ്ങളെ പറ്റിയൊക്കെ എനിക്കറിയാം. ഇറ്റ് വാസ് എ പെർപെക്ച്വൽ ന്യൂസ് അറൗണ്ട് ദ നെക്ക് ഓഫ് എ മഹർ. അപ്പോൾ വില്ലേജ് ഡ്യൂട്ടി എന്താണെന്ന് ഇവിടെ പറയുന്നത്? അത് മഹേഴ്സിൻ്റെ കഴുത്തിലെ ഒരു കുരുക്കാണെന്നാണ് പറയുന്നത്. മൈ ഫാദർ വാസ് ക്രഷ്ഡ് ഫ്ലാറ്റ് ബൈ ദിസ് ഡ്യൂട്ടി. അപ്പോൾ എൻ്റെ അച്ഛൻ ഈ ഒരു ഡ്യൂട്ടി ചെയ്ത് തളർന്നിരിക്കുകയാണ്. ഹിയർ ഈസ് ദ സ്റ്റോറി ഓഫ് വൺ ഓഫ് ഹിസ് എക്സ്പീരിയൻസസ് എ നിയർ ഫേറ്റൽ വൺ. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് എന്താണ്? ഹി ഈസ് ഗോയിങ് ടു ഷെയർ വൺ ഓഫ് ഹിസ് എക്സ്പീരിയൻസ്. അതെങ്ങനത്തെ എക്സ്പീരിയൻസാണ്? ഫേറ്റൽ വൺ, മാരകമായ ഒരു അനുഭവത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഐ സ്റ്റിൽ ഷിവർ അറ്റ് ദ തോട്ട് ഓഫ് ഇറ്റ്. ആ ഒരു കാര്യത്തെപ്പറ്റി ഓർക്കുമ്പോഴത്തേക്കും ഞാനിപ്പോഴും വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു കുഞ്ഞ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഇറ്റ് വാസ് അവർ ടേൺ ടു ഡു ദ കസ്റ്റമറി ഡ്യൂട്ടി അറ്റ് അവർ വില്ലേജ് കമറ്റ്. അപ്പോൾ കമറ്റ് എന്നാണ് വില്ലേജിൻ്റെ പേര്. ആ വില്ലേജിൽ സാധാരണയായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യേണ്ടത് അവരുടെ ഡ്യൂട്ടിയാണ്. വി ഹാഡ് എ ഹൗസ് ദെയർ. ഇറ്റ് വാസ് സമ്മർ, സോ ഐ വാസ് ഹോം ഓൺ വെക്കേഷൻ. അപ്പോൾ അത് സമ്മർ ആയതുകൊണ്ടിട്ട് നമ്മുടെ നറേറ്റർ വെക്കേഷന് വീട്ടിലായിരുന്നു. അപ്പോൾ കമറ്റിൽ അവർക്കൊരു വീടുണ്ട്. ആ വീട്ടിൽ സമ്മർ വെക്കേഷന് വന്നിരിക്കുകയാണ് ഈ കുട്ടി. A corpse was floating in an abandoned well near the village. It has bloated and risen to the surface. The battle, the village chief had already received the news in the evening. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് പറയുന്നത്, വില്ലേജിൽ ഒരു അബാൻഡൻ വെല്ലിൽ ഒരു ശവശരീരം കിടക്കുന്നുണ്ട്. ആ ശവശരീരം എങ്ങനെയാണ് കിടക്കുന്നത്? ചീർത്ത് വീർത്ത് പൊങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ വില്ലേജ് ചീഫിൻ്റെ പേരാണ് പട്ടേൽ. പട്ടേൽ ആ ന്യൂസ് വൈകിട്ട് തന്നെ അറിഞ്ഞിരുന്നു. പട്ടേലിന് മാത്രമല്ല, മഹേഴ്സിനും രാമോഷീസിനും കൂടെ ആ ന്യൂസ് കിട്ടിയിരുന്നു. അന്ന, മൈ ഫാദർ ആസ് എ മഹർ ഓൺ വില്ലേജ് ഡ്യൂട്ടി ആൻഡ് വൺ ഓഫ് ദ രാമോഷീസ് ഹാഡ് ബോത്ത് റിപ്പോർട്ടഡ് അറ്റ് ദ പ്ലേസ് വെയർ ദ കോപ്സ് ലേ. അന്ന ആൻഡ് ദ രാമോഷീസ് സ്റ്റേഡ് അപ്പ് ദ വോൾ നൈറ്റ് ബൈ ദ വെൽ ഗാർഡിങ് ദ കോപ്സ്. അപ്പോൾ അന്നയാര? അന്ന നമ്മുടെ നറേറ്ററിൻ്റെ ഫാദറാണ്. അപ്പോൾ അണ്ണയ്ക്കും രാമോഷീസ് എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാൽ മഹാരാഷ്ട്രയിലെ ദളിത് കമ്മ്യൂണിറ്റി തന്നെയുള്ള ഒരു കൂട്ടം ആളുകളെയാണ് രാമോഷീസ് എന്ന് പറയുന്നത്. അവരുടെ ജോബ് എന്താണെന്ന് വെച്ചാൽ വാച്ച്മാൻ ആണ്. അവർക്കും മഹേഴ്സിനും ഏറെക്കുറെ ഒരേ സ്റ്റാറ്റസും ഒക്യുപ്പേഷനൊക്കെയാണ് ആ ഒരു സൊസൈറ്റിയിലുള്ളത്. അപ്പോൾ ഈ ന്യൂസ് കിട്ടിയപ്പോഴത്തേക്കും തന്നെ അണ്ണയും രാമോഷിയും കൂടെ ആ ഒരു കോപ്സിന് കാവലിരിക്കാൻ വേണ്ടിയിട്ട് വെല്ലിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ചെയ്തത്. അവരൊരു രാത്രി മൊത്തവും അതിന് കാവലിരിക്കുകയും ചെയ്തു. ദെൻ ഇറ്റ് വാസ് ദ മോർണിംഗ് ഓഫ് ദ നെക്സ്റ്റ് ഡേ. The head constable and another constable were expected from the police post to conduct an initial enquiry about the corpse. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. അപ്പോൾ ഹെഡ് കോൺസ്റ്റബിളും വേറൊരു കോൺസ്റ്റബിളും കൂടെ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടതുണ്ട്. അവരെന്തിനാണ് വരുന്നത്? കോപ്സിനെ പറ്റി ഉള്ള ഒരു എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട്. ടിൽ ദെൻ, ആസ് പെർ റൂട്ടീൻ, ദ മഹർ ആൻഡ് ദ രാമോഷി വുഡ് ഹാവ് ടു ഗാർഡ് ഇറ്റ്. അപ്പോൾ പോലീസുകാർ വരുന്നത് വരെ മഹറിൽ നിന്നോ രാമോഷിയിൽ നിന്നോ ഉള്ള ആരെങ്കിലും ആ ഒരു ശവശരീരത്തിന് കാവൽ നിൽക്കേണ്ടതുണ്ട്. മൈ മദർ ന്യൂ ദിസ് വാസ് സോ, ബട്ട് നൗ ദ നൈറ്റ് വാസ് ഓവർ, ദ മോർണിംഗ് സൺ ടു ഹാഡ് ബിഗൻ ടു ഡിസെൻഡ് ആൻഡ് ഇറ്റ് വാസ് ആഫ്റ്റർനൂൺ, യെറ്റ് ഫാദർ ഹാഡ് നോട്ട് റിട്ടേൺ ഹോം. അപ്പോൾ രാത്രി കാവലിരിക്കുന്ന കാര്യം അമ്മയ്ക്കറിയാം. പക്ഷേ ഇത് രാത്രി കഴിഞ്ഞു, രാവിലെ സൂര്യൻ ഉദിച്ചു, അത് കഴിഞ്ഞ് ഉച്ചയായി, എന്നിട്ടും അച്ഛൻ ഇതുവരെ വീട്ടിലേക്ക് വന്നിട്ടില്ല. സോ മൈ മദർ സെൻഡ് മീ ടു ദ വെൽ വിത്ത് ബക്രി റാപ്പഡ് ഇൻ എ ക്ലോത്ത് ഫോർ അണ്ണ ടു ഈറ്റ്. അപ്പോൾ അമ്മ എന്താ ചെയ്തത്? ബക്രി എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മ ഒരു ക്ലോത്തിൽ പൊതിഞ്ഞ് ഫുഡ് നമ്മുടെ നറേറ്ററിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ് ചെയ്തത്. I hopped towards the well like a bounding deer. Seeing Anna sitting close by, I went to him and said, Anna, the night is over, the day is nearly gone, mother is waiting for you. വെൻ ആർ യു കമ്മിങ് ഹോം? ഇപ്പം നറേറ്റർ ഒരു മാൻകുട്ടിയെ പോലെ ചാടിയൊക്കെ അങ്ങോട്ട് ചെന്നിട്ട് പറയുകയാണ്, രാത്രിയൊക്കെ കഴിഞ്ഞാലോ രാവിലെ ആയാലോ അമ്മ അവിടെ വെയിറ്റ് ചെയ്യാണ്, എപ്പോഴാണ് വീട്ടിലേക്ക് വരണേന്ന് ചോദിക്കുന്നു. ഹീ ഗ്ലാൻസ്ഡ് അറ്റ് ദ വെൽ ആൻഡ് റിപ്ലൈഡ്, ബട്ട് ദ ചീഫ് കോൺസ്റ്റബിൾ ആൻഡ് ദ കോൺസ്റ്റബിൾ ആർ യെറ്റ് ടു അറൈവ്.
They will carry out the inquest. Only then can the Maha rest. So go and tell mother that I will be very late. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, കോൺസ്റ്റബിളൊന്നും ഇതുവരെ വന്നിട്ടില്ല, അവർ വന്നു കഴിഞ്ഞാൽ മഹസിന് റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അമ്മേനോട് പറയും ഞാൻ വരുമ്പോഴത്തേക്ക് ലേറ്റ് ആവുമെന്ന് പറയും. He took out a pipe from his pocket and filled it with tobacco. He lit it with a flint and started smoking. എന്നിട്ട് ഒരു പൈപ്പ് എടുത്ത് അതിൽ ടൊബാക്കോ നിറച്ചിട്ട് സ്മോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. I felt he was suppressing his hunger with it. I quickly said, Anna, I have bought bakri for you. Do eat it. അപ്പോൾ ഈ സ്മോക്ക് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ നറേറ്ററിന് മനസ്സിലായി ഇത് വിശപ്പടയ്ക്കാനായിട്ടാണ് അച്ഛൻ ശ്രമിക്കുന്നതെന്ന് ഓർത്തിട്ട് പറയും, ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്, അത് കഴിക്കുമെന്ന് പറയും. No, son, I will only have time to eat my bread when everything is over with this corpse, not before that. അപ്പോൾ അച്ഛൻ പറയുകയാണ് ഈ കോപ്സുമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ എന്ന്. But when it will be over, and how long will you go without food? To my question, Anna replied, the village chief was here a little while ago. He told me that the head constable had arrived in the village, but he is dining. He will come only when he has finished eating and drinking. When the corpse is fetched out of the well, the inquest will be held. Then we will be free. അപ്പോൾ വില്ലേജ് ചീഫ് കുറച്ച് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റബിൾ വന്നിട്ടുണ്ട്, അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭക്ഷണം കഴിക്കലും വെള്ളം കുടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്കും വെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ശവശരീരം എടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കും അവർ ഇൻക്വസ്റ്റ് നടത്തും. അത് കഴിയുമ്പോൾ ഫ്രീ ആവും എന്ന് പറയും. ലുക്കിംഗ് അറ്റ് ദ വില്ലേജ് ചീഫ് ഹു വാസ് സിറ്റിംഗ് അണ്ടർ ദ ഷാഡോ ഓഫ് എ ഡിസ്റ്റന്റ് ട്രീ, I said, Anna, the constable will come after his meal. The village chief has also filled his belly. Then why can't you two eat your bread? Why must you remain hungry? അപ്പോൾ ദൂരെ ഒരു മരത്തിൻ്റെ താഴെ ഇരിക്കുന്ന നമ്മുടെ ചീഫിനെ കണ്ടിട്ട് ഈ കുട്ടി അണ്ണേനോട് ചോദിക്കുകയാണ്. കോൺസ്റ്റബിൾ കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരും. അപ്പോൾ ആ ചീഫിനെ കണ്ടോ, വില്ലേജ് ചീഫിൻ്റെയും വയറ് നിറഞ്ഞിരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ ഭക്ഷണം കഴിച്ചാൽ ഇങ്ങനെ വിശന്നിരിക്കേണ്ട ആവശ്യം എന്താണെന്ന് കുട്ടി ചോദിക്കുക. ഓ, ദേ ആർ ഓഫീസേഴ്സ്, ഹൗ ക്യാൻ ദേ വർക്ക് വിത്തൗട്ട് ഫുഡ്? അപ്പോൾ ചോദിക്കുകയാണ്, അവർ ഓഫീസേഴ്സാണ്, അവർക്ക് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റണേന്ന്. ദെൻ വൈ ഷുഡ് വി വർക്ക് ഓൺ ആൻ എംപ്റ്റി സ്റ്റൊമക്ക്? വി ആർ ഹ്യൂമൻ ബീങ്സ് ടു. അപ്പോൾ കുട്ടി തിരിച്ചു ചോദിക്കുകയാണ്, നമ്മളെന്തിനാ ഈ വിശന്നിരിക്കണ വയറും വെച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത്? നമ്മളും ഹ്യൂമൻ ബീങ്സ് ആണെന്ന് പറയും. ദാറ്റ്സ് വാട്ട് വില്ലേജ് ഡ്യൂട്ടി ഈസ് മൈ ബോയ്. അപ്പോൾ പറയും, ഇതാണ് മോനെ വില്ലേജ് ഡ്യൂട്ടി. ഹൂ കെയർസ് ഇഫ് എ മഹർ ലീവ്സ് ഓർ ഡൈസ്? അപ്പോൾ ആരാണ് ഒരു മഹർ ചത്തോ ജീവിച്ചോ എന്നൊക്കെ തിരക്കി നടക്കുന്നതെന്ന് ചോദിക്കും. ദെൻ ഐ സജസ്റ്റഡ് എ വേ ഔട്ട്. അണ്ണ, യു ഹാവ് യുവർ ബ്രെഡ്. ഐ വിൽ സ്റ്റാൻഡ് ഗാർഡ് വിത്ത് ദ രാമോഷി ടിൽ ദെൻ. അപ്പോൾ അവനൊരു സജഷൻ ചെയ്യുകയാണ്, അണ്ണ താങ്കൾ ബ്രെഡ് കഴിക്കൂ, അത്രയും നേരം രാമോഷിൻ്റെ കൂടെ ഞാൻ ഗാർഡ് ചെയ്യാം എന്ന് പറയുകയാണ്. അറ്റ് ദിസ് അണ്ണ സെഡ് rather vehemently, no, village duty for you. It's bad enough that we have to endure it. Once you are saddled with the village duty, you will be stuck with it for life. That's a tradition. That's a doom. You go home. I will eat when it's time. അപ്പോൾ ഈ ഒരു ലൈനിൽ കാണുന്നത് ശരിക്കും അവരുടെ അവസ്ഥ എന്താണെന്ന് പറയുകയാണ്. നമ്മുടെ കുട്ടി ചോദിക്കുന്നുണ്ട്, രാമോഷിൻ്റെ കൂടെ ഞാൻ കാവൽ നിൽക്കാമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ അണ്ണ തിരിച്ച് പറയുകയാണ്, നോ, വില്ലേജ് ഡ്യൂട്ടി നിനക്കോ അത് പറ്റത്തൊന്നുമില്ല. നീ ഈ ഡ്യൂട്ടി നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നീ ആ ലൈഫ് ഫുള്ള് ഇത് തന്നെ ചെയ്യേണ്ടി വരും. നീ ആ ഒരു ഡ്യൂട്ടിയിൽ സ്റ്റക്കായി പോകും. അതൊരു ട്രഡീഷനാണ്, അത് ശരിക്കും ഒരു ശാപമാണ്. നീ വീട്ടിൽ പോ, ഞാൻ കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും വന്നേക്കാമെന്ന് പറയുന്നു. While I was talking to Anna, two constables in uniform marched up to us, their hobnail boot clattering on the ground. No sooner had they reached the well than the head constable came pounding up on his horse. All the people around made way for him. The Ramoshi paid his respect from a distance. The village chief stood up and saluted him. Anna bowed in a deep johar. The Ramoshi tied up the horse to a tamarind tree. Anna fetched water in a pitcher from another well, which was in a field by the stream. അപ്പോൾ അണ്ണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് യൂണിഫോം ഇട്ട 2 കോൺസ്റ്റബിൾസ് വരുന്നുണ്ട്. അവരപ്പോൾ വെല്ലിൻ്റെ അടുത്ത് എത്താറായി. അപ്പോഴത്തേക്കും നമ്മുടെ രാമോഷി ശരിക്കും ദൂരെ നിന്ന് തന്നെ അവരോടുള്ള ഒരു റെസ്പെക്റ്റ് സൂചിപ്പിക്കുന്നുണ്ട്. വില്ലേജ് ചീഫ് അപ്പോൾ എന്താ ചെയ്യുന്നത്, എണീറ്റ് അവരെ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അണ്ണ ഇവിടെ എന്താ ചെയ്യുന്നത്, ഹി ബൗഡ് എ ഡീപ്പ് ജോഹ എന്ന് പറഞ്ഞാൽ ദളിത് കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അപ്പർ കാസ്റ്റിനേക്ക് ഒരു റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണത്. രാമോഷി അപ്പോൾ എന്താ ചെയ്യുന്നത്, അവരുടെ ഹോഴ്സിനെ ഒരു ടാമറിൻ ട്രീയിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ട്.
അണ്ണ അപ്പോൾ വേറൊരു വെല്ലിൽ നിന്ന് കുറച്ച് വെള്ളം കോരിക്കൊണ്ട് വരുന്നുണ്ട്. ഹീ പോർഡ് ഇറ്റ് ഇൻ ടു ദ അയൺ ട്രഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹോഴ്സ്. അപ്പോൾ ഹോഴ്സിന് മുമ്പിൽ ഹോഴ്സിന് ഫുഡ് കൊടുക്കാനൊക്കെ വെച്ചിരിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ അത്. ആ ഒരു ട്രഫിൻ്റെ ഉള്ളിൽ കൊണ്ട് വെള്ളം ഒഴിക്കുകയാണ് അണ്ണ ചെയ്യുന്നത്. Since they were expecting the head constable to come on a horse, the Mahar and Ramoshi had made all arrangements for the horse care. അപ്പോൾ ഇവർ ഹോഴ്സിലായിരിക്കും വരുന്നതെന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് മഹറും രാമോഷിയും കൂടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കിയിരുന്നു. They put before the horse a sheaf of green maize shoot which they had brought from the field near the stream. The hungry horse greedily began to munch the fresh green grass. അപ്പോൾ ഇവർ ഹോഴ്സിൽ തന്നെയാണ് വരുന്നതെന്ന് അറിയാവുന്ന കൊണ്ടിട്ട് ഹോഴ്സിനുള്ള ഫുഡ് അതെന്താ ഗ്രീൻ മെയ്സ് ഷൂട്ട് എന്ന് വെച്ചാൽ ചോളത്തിൻ്റെ നാമ്പ് അതും അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കിട്ടിയപ്പോൾ തന്നെ ഹോഴ്സ് ശരിക്കും ആർത്തിയോടുകൂടെ അത് കഴിക്കുകയാണ് ചെയ്തത്. ദ ഹെഡ് കോൺസ്റ്റബിൾ സ്പിന്നിങ് ഹിസ് ബേറ്റൺ took a stroll around the well. He peeped into the well, then looked around it and again into it. അപ്പോൾ കോൺസ്റ്റബിൾ ആളുടെ വടിയൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ചുറ്റി നടന്നു. എന്നിട്ട് ചെറുതായിട്ടൊന്ന് വെല്ലിൻ്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി. എന്നിട്ട് പിന്നെ തിരിഞ്ഞു, പിന്നെ ഒന്നുകൂടെ നോക്കി. ഹീ വാക്ക്ഡ് ടുവേർഡ്സ് ദ സ്റ്റെപ്പ് ഓഫ് വെൽ. എന്നിട്ട് ആ വെല്ലിൻ്റെ സ്റ്റെപ്പിൻ്റെ അങ്ങോട്ട് ഒന്ന് നടക്കുകയാണ്. ദ അപ്പർ സ്റ്റെപ്സ് വെയർ ബറീഡ് ഇൻ സോയിൽ. അപ്പോൾ അപ്പർ സ്റ്റെപ്പ് എന്താണ്, സോയിൽ കൊണ്ടിട്ട് മൂടി കിടക്കുന്ന ഒരവസ്ഥയിലാണ്. സം ലോവർ സ്റ്റെപ്സ് ഹാഡ് സ്ലിപ്ഡ് ഇൻ ടു ദ വാട്ടർ. സം സ്റ്റെപ്സ് വെയർ എബൌട്ട് ടു ഫാൾ അവേ ഫ്രം ദ ലെവൽ. ഇറ്റ് വാസ് ആൻ അബാൻഡൻ വെൽ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതൊരു അബാൻഡൻ വെൽ, ആരും അങ്ങനെ യൂസ് ചെയ്യാത്തൊരു വെല്ലാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ദ സ്ട്രക്ചർ വാസ് ഓൾഡ്. അപ്പോൾ ഒരു പഴയ വെല്ലം കൂടിയാണത്. ഇൻസൈഡ് ദ റിം വൺ കുഡ് സീ ഓവർഗ്രൗൺ യാർഡ് ലോങ് ഡ്രൈഡ് ഗ്രാസ് shrubs had sprouted in the dilapidated portions. The upper part of the well had collapsed in ruins and its big long stones were scattered around. Green moss floated on the unused water of the well, and foliage from the trees near the edge had fallen into it and rooted. അപ്പോൾ ഇതൊക്കെയും ഓരോ ചെടികളും പായലുകളും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വെല്ലാണെന്ന് സൂചിപ്പിക്കാനായിട്ടാണ് അവിടെ ഓരോ ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ദ വെൽ വാസ് ക്വൈറ്റ് ഡീപ്പ്. അത് ശരിക്കും ആഴമുള്ളൊരു വെല്ലായിരുന്നു. ഹൗ ടു റിമൂവ് ദ കോപ്സ് ഫ്രം സച്ച് ആൻ ഓക്വേർഡ് വെൽ. അപ്പോൾ അവർ ചിന്തിക്കുകയാണ്, അയ്യേ ഇത്രയും ചീത്ത ഒരു ഓക്വേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു വെല്ലിൽ നിന്ന് ഈ ഒരു കോപ്സിനെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന്. ദാറ്റ് വാസ് വൈ ദ ഹെഡ് കോൺസ്റ്റബിൾ ലുക്ക്ഡ് ലൈക്ക് എ മാൻ വിത്ത് എ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഹെഡ് കോൺസ്റ്റബിളിന് ഒരു പ്രശ്നമുള്ളൊരു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായ പോലെ നിന്നത്. ദ കോൺസ്റ്റബിൾ സഡൻലി വിസ്പേർഡ് സംതിങ് ടു ദ വില്ലേജ് ചീഫ്. അപ്പോൾ കോൺസ്റ്റബിൾ ചെറുതായിട്ട് വില്ലേജ് ചീഫിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ദ ഹെഡ് കോൺസ്റ്റബിൾ ഹാഡ് എ സീക്രട്ടീവ് discussion with the constable and the village chief about how to remove the corpse. Then coming forward, the constable yelled at Anna, "What are you waiting for, Mahar? Jump in. How long must the officer stand here?" അപ്പോൾ അവരിങ്ങനെ ഈ ഒരു വെല്ലിൻ്റെ മോശപ്പെട്ട അവസ്ഥ കണ്ടിട്ട് അവർ ചെറുതായിട്ടൊരു സ്വകാര്യം പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത്രയും ചീത്ത വെല്ലെങ്ങനെയാണ് ഇറങ്ങുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് തിരിഞ്ഞ് അണ്ണയോട് വന്ന് ചോദിക്കുന്നതാണ്, മഹർ താൻ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്യണേ, അങ്ങോട്ട് ചാട്, എന്നിട്ട് എത്ര നേരം എടുക്കും അതൊന്ന് തിരിച്ച് കൊണ്ടുവരാനായിട്ടെന്ന് ചോദിക്കുകയാണ്. Anna immediately replied, "Constable, the Mahar's village duty is only to guard the corpse. How can we touch it? What would the heirs of this corpse have to say?" അപ്പോൾ നമ്മുടെ അണ്ണ തിരിച്ചു ചോദിക്കുകയാണ്, കോൺസ്റ്റബിൾ ഇത് എന്താണിത്, ഞങ്ങൾക്ക് ഇത് ഗാർഡ് ചെയ്യാനുള്ള ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിൽ ടച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഈ കോപ്സിൻ്റെ ഓണേഴ്സിന് എന്ന് വെച്ചാൽ ഈ ഒരു ശവശരീരത്തിന് ഒരു അവകാശം ഉണ്ടാവില്ല, അവർക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ നോക്കട്ടെ എന്ന് പറയും. ദെൻ ദ ഹെഡ് കോൺസ്റ്റബിൾ സെഡ് ഷാർപ്ലി ടു അണ്ണ, വാട്ട് വുഡ് ദേ സേ. അപ്പോഴത്തേക്കും ഹെഡ് കോൺസ്റ്റബിൾ അണ്ണയോട് ദേഷ്യപ്പെട്ട് പറയണം, അവരെന്ത് പറയാനാ. അണ്ണ റിപ്ലൈഡ്, ദ ഹയേഴ്സ് വിൽ സേ, "Were we dead that you touched our kinsman's corpse, and they will have a grudge against us Mahars." അപ്പോൾ ഇവിടെ നമ്മുടെ അണ്ണ പറയുന്നത് എന്താണ്, ഇതൊരു കിൻസ്മാൻ്റെ കോപ്സ് ആണെങ്കിൽ അവർക്ക് മഹേഴ്സ് അവരെ തൊട്ടു എന്നും പറഞ്ഞിട്ട് പിന്നെ അതൊരു പ്രശ്നമാവും. ഇതൊരു കോപ്സ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, മഹേഴ്സ് തൊട്ടു എന്ന് പറഞ്ഞാൽ തന്നെ അവർക്കതൊരു വലിയ പ്രശ്നമാവും. ബട്ട് ഐ ആം ഓർഡറിങ് ടു യു, വാട്ട് ആർ യു അഫ്രൈഡ് ഓഫ്. അപ്പോൾ കോൺസ്റ്റബിൾ പറയണത്, ഞാൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ്, നീ എന്തിനാ ഇനി പേടിക്കണമെന്ന് ചോദിക്കും. സർക്കാർ, യു വിൽ ഗോ അവേ ഫ്രം ഹിയർ. അപ്പോൾ അണ്ണ പറയുകയാണ്, നിങ്ങളിത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും. യു വിൽ ലീവ് ദിസ് പുവർ മഹർ ടു ഹിസ് ഫെയ്റ്റ്. മഹേഴ്സിൻ്റെ വിധിക്ക് വിട്ടിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകുക എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം, കാരണം ഇത് കുറച്ച് കൂടി പോയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു.